ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ആദ്യത്തെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങ ഇലയും മുതിരയും കൂടിയിട്ടുള്ള ചാറാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. കഫക്കെട്ട്, ജലദോഷം എല്ലാത്തിനും നല്ല ഒരു റിലീഫായിരിക്കും. ഒരു 3-4 മണിക്കൂർ മുതിര കുതിർത്തിട്ടിട്ട് വെള്ളത്തിൽ നല്ല പോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മുതിര വേവണം. ആ വെള്ളം നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. ആ വെള്ളത്തിലാണ് നമ്മൾ ചാറ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 1.5 കപ്പോളം മുതിര എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ താഴെ അതിൻ്റെ ചാറുണ്ടല്ലോ, കുറച്ച് മുതിര എടുത്തിട്ട് ഈ ചാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതങ്ങോട്ട് ഒന്നും രണ്ടുമായിട്ട് കടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ബാക്കിയുള്ള മുതിര നമുക്ക് ഉപ്പേരി വെക്കാം. മുതിര ഉപ്പേരി സാധാരണ പോലെ തന്നെയാണ് വെക്കുന്നത്. ഇനി നമുക്ക് ചാറുണ്ടാക്കാൻ തുടങ്ങാം. മുതിരച്ചാറ് സാധാരണ പോലെ നോർമലായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കാറ്. ഞാനിതിൽ കുറച്ച് മുരിങ്ങയിലയും കൂടി ഇടണമെന്ന് മാത്രം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക്, വറ്റൽമുളക്, ചെറിയ ഉള്ളി ചെറുതാക്കി മുറിച്ചത്, ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ഇടേണ്ടത്. ചതച്ചിട്ടാലും വിരോധമില്ല, നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടാലും വിരോധമില്ല. പക്ഷേ എൻ്റെ മകന് അതൊന്നും കടിക്കാൻ കിട്ടാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പൊടി ഉപയോഗിക്കണമെന്ന് മാത്രം. നിങ്ങൾക്ക് മുഴുവനായിട്ട് ഇടാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം. ബിക്കോസ് നമ്മൾ ആ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ കഫവും ജലദോഷവും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു മഞ്ഞൾപ്പൊടി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. 1.5 പിടിയോളം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മുരിങ്ങയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ തൊടിയത്തെ മുരിങ്ങയില തന്നെയാണ്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആ മുരിങ്ങ ഇല നന്നായിട്ട് അങ്ങോട്ട് പടയെന്നും പറഞ്ഞ് പൊട്ടാൻ തുടങ്ങും. ആ പൊട്ടണ സമയത്ത് നമ്മൾ അവിടെ ആക്കി വെച്ചിട്ടുള്ള മുതിരയുടെ വെള്ളം എലോങ് വിത്ത് കുറച്ച് മുതിര അതും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഒരു 5-10 മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ നന്നായി തിളയ്ക്കണ സമയത്ത് ഈ ചാറൊന്ന് ലൈറ്റായിട്ട് കുറുകും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിത് ചൂട് ചോറിൻ്റെ കൂടെ നിങ്ങൾക്കിത് കൊടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇപ്പോൾ ഇവിടുത്തെ ദുബായത്തെ ക്ലൈമറ്റിൽ ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇതാ മുതിര ഉപ്പേരിയും ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ പോലെയുള്ള മുതിര ഉപ്പേരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ രാവിലെ ജോലിക്ക് പോയി, അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഭക്ഷണം ഉണ്ടാക്കി. എന്നിട്ട് കിച്ചുവിന് ചോറ് വാരി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല. എന്താ വെച്ചാൽ കഫക്കെട്ടുള്ള സമയത്തൊന്നും മര്യാദയ്ക്ക് ചോറുണ്ടില്ല. അപ്പോൾ ഇതാ ചോറൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി കുഴച്ചിട്ട് ഒന്ന് വാരി കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ജോലിക്ക് പോകും. വീണ്ടും ജോലിക്ക് പോയി കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ മനു പിന്നെ തന്നെ കഴിച്ചോളും, കുഴപ്പമൊന്നുമില്ല. ഇവന് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ 2025 ആദ്യത്തെ ഊണ് കഴിക്കലാണ് നിങ്ങൾ കാണുന്നത്. കുഴപ്പമില്ല, 3:30 മണിയായിട്ടുള്ളൂ. ജോലി കഴിഞ്ഞ് വന്നിട്ട് കഴിക്കുകയാണ്. കിച്ചുവിന് വാരി കൊടുത്തതിന് ശേഷം ജോലി ഉണ്ടായിരുന്നു. ജോലി കഴിഞ്ഞതിന് ശേഷം വന്നിട്ടാണ് കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ചുമ, ജലദോഷം, അങ്ങനെയുള്ള കഫക്കെട്ട് ഒക്കെ ഉള്ള ആ ഒരു സമയത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മുതിരച്ചാറ് അല്ലെങ്കിൽ കൊള്ളിച്ചാറാണ്. അതിൽ നമ്മൾ മുരിങ്ങയിലയും കൂടി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. ഇനി രാത്രി വന്നിട്ട് കണ്ണേട്ടൻ കഴിക്കും. കണ്ണേട്ടനുള്ളത് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ എൻ്റേത് ഒഴിച്ചു. എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് സഹായിക്കാൻ നിൽക്കുന്ന സൂസൻ എവിടെ എന്ന്. അവർ നാട്ടിൽ പോയിരിക്കുകയാണ്. അവരുടെ വെക്കേഷനാണ്. അപ്പോൾ അവർ 2 മാസത്തേക്ക് നാട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവരില്ല അവിടെ. അതിന് പകരം എനിക്ക് സഹായിക്കാൻ അവർ തന്നെ അവരുടെ ഫ്രണ്ടിനെ ഏർപ്പാടാക്കിയിട്ടാണ് പോയിരിക്കുന്നത്. കുറച്ച് ക്യാരറ്റ് ഉപ്പേരി, പിന്നെ കൊള്ളുപ്പേരി കുറച്ച് ജാസ്തി വെച്ചതാണ്. എന്താ വെച്ചാൽ എനിക്ക് കൊള്ളുപ്പേരി വെറുതെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, പപ്പടം ഒരു സഹായത്തിന് കഴിക്കാം. ഈ മുരിങ്ങയും കൂടി ഇടുമ്പോഴേ കൊള്ളും മുരിങ്ങയും നല്ല കോമ്പിനേഷനാണ്. ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ബെസ്റ്റാണ്. ഇത് പിന്നെ ആറിപ്പോയി. ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ആറിപ്പോയി. എന്നാലും വീട്ടിൽ വന്ന് കഴിക്കുക. ഊണ് കഴിക്കാൻ മാത്രമായിട്ട് വന്നതാണ്. കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ തിരിച്ചു പോവും.
എന്താ വെള്ളത്തിനുള്ള ശക്തി. വെറുതെ സൂപ്പ് പോലെ പിള്ളേർക്ക് കൊടുത്താലും നല്ല കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും നമുക്ക് പുതിയ റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.